പ്രൈസ് ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിനെ തടുക്കുന്നത് അല്ലെങ്കിൽ തടുക്കുന്നവൻ ആർ എന്നുള്ള കാര്യമാണ്. ഇനി പറയുന്ന വാക്യങ്ങളും വിശദീകരണങ്ങളും സത്യം വെളിപ്പെടുത്തും. 2 തെസ്സലോനിക്കർ അധ്യായം 2:6-8 വചനങ്ങൾ എടുത്തിട്ടാണ് ഇക്കാര്യം ചിലർ വിശദീകരിക്കുന്നത്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്നു നിങ്ങൾ അറിയും. തടുക്കുന്നത് എന്ത് എന്നുള്ളൊരു കാര്യമാണ് പറയും. പിന്നെ അടുത്ത് പറയുന്ന അധർമ്മത്തിന്റെ വർമ്മ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവ് യേശു തന്റെ വായിൽ ശ്വാസത്താൽ ഒഴുക്കി തന്റെ പ്രത്യക്ഷതയുടെ ഭാവത്താൽ നശിപ്പിക്കും. മേൽപ്പറഞ്ഞ 2 തെസ്സലോനിക്കർ 2:7 വാക്യത്തിൽ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ 8 വാക്യത്തിൽ അധർമ്മമൂർത്തി അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ വെളിപ്പെടലിനെ തടുക്കുന്നവൻ നീങ്ങിപ്പോകണം എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം തന്നെയാണ് അന്തിക്രിസ്തു എപ്പോൾ വെളിപ്പെടണമെന്ന് തീരുമാനിക്കുന്നത്. ഇതൊരു തീരുമാനമാണ്. ഇതിനെ ബ്രാക്കറ്റിൽ തടുക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് 7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. തടുക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഒരു തീരുമാനമാണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തടുക്കുന്നവൻ എന്ന് 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവദൂതനാണ്. ദൈവം നേരിട്ട് വന്ന് തടുക്കുകയല്ല. ഈ തടുക്കുന്നവൻ പ്രധാന ദൂതനായ മിഖായേൽ തന്നെയാണ്. യേശു ഭൂതങ്ങൾ ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ഭൂതങ്ങൾ യേശുവിനോട് പാതാളത്തേക്ക് പോകാൻ കൽപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചതായി എഴുതിയിരിക്കുന്നു. ലൂക്കോസ് അധ്യായം 8:30-31 വാക്യം. യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നുകൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അപ്പോൾ പാതാളത്തിലെ സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അവിടേക്ക് പോകാൻ കൽപ്പിക്കരുത് എന്ന്. അപ്പോൾ യേശു കൽപ്പിച്ചാൽ പാതാളത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിൽ നിന്നും ഇവയെ ഭൂമിയിൽ നിന്ന് പാതാളത്തേക്ക് പോകുന്നതിനും അനുവാദം കൊടുക്കുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കാം. അന്തിക്രിസ്തു വെളിപ്പെടേണ്ടതിനായി പാതാളത്തിൽ കിടക്കുന്ന ദുഷ്ടാത്മാക്കൾ ഭൂമിയിലേക്ക് വന്ന് അന്തിക്രിസ്തുവിൽ വ്യാപരിക്കേണ്ടതുണ്ട്. ദൈവം അനുവദിക്കാതെ ഇത് സാധ്യമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് വീഡിയോ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 12, 13, 17 അധ്യായങ്ങളിലെ വീഡിയോ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അതിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ളൊരു ഫേസ്ബുക്ക് ഫയലുമുണ്ട്. അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് മനസ്സിലാവും. ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം ജീവവൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചു നിന്ന് എന്നേക്കും പാപികളായി ജീവിച്ചിരിക്കാതിരിക്കാൻ ദൂതന്മാരെ ഉരുപ്പിടിച്ച വാളുമായി ഏദൻ തോട്ടത്തിൽ നിർത്തിയിരുന്നതായി ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി അധ്യായം 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അപ്പോൾ ദൂതനെയാണ് അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം നേരിട്ടല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിന്റെ സമയത്തിന് മുമ്പെയുള്ള വെളിപ്പെടൽ തടയാൻ വേണ്ടി പാതാളത്തിൽ നിന്നും ഏറ്റവും ദുഷ്ടന്മാരായ 7 ദുരാത്മാക്കൾ ഭൂമിയിൽ വരാതിരിക്കാൻ ദൈവം സ്വർഗീയ സൈന്യത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ സ്വർഗീയ സൈന്യത്തിന്റെ നേതാവ് മിഖായേൽ എന്ന ദൂതനാണ്. ദുരാത്മാക്കളെ പാതാളത്തിൽ നിന്നും ആക്കുന്നതും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും എല്ലാം സ്വർഗീയ ദൂതന്മാരുടെ ജോലിയാണ്. വെളിപ്പാട് 20:1-3 വായിക്കുമ്പോൾ ഇത് മനസ്സിലാവും. പരിശുദ്ധാത്മാവാണ് അന്തിക്രിസ്തുവിന്റെ വെളിപ്പാട് തടയുന്നുള്ള വ്യാഖ്യാനം തെറ്റാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. വെളിപ്പാട് 20:1-3 എഴുതിക്കണേ. അനന്തരം ഒരു ദൂതൻ ഭാഗത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അധാകത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും ഇത് മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാണ്. പിശാചിനെ ബന്ധിക്കാനും റിലീസ് ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കുന്നത് ദൂതനെയാണ്. ദൈവം നേരിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുന്നത്. 7 പിശാചിന്റെ ആത്മാക്കള് 7 രാജാക്കന്മാരെ ഭരിച്ചിരുന്നു. ആ 7 ഏറ്റവും ദുഷ്ടതയുള്ള ആത്മാക്കൾ ഇപ്പോഴും ഭൂമിക്കടിയിലാണ് കിടക്കുന്നത്. തിരിച്ചു വരണമെന്ന് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ദൂതന്മാരെയും കൽപ്പിച്ചാക്കി. നേരത്തെ കണ്ട പോലെ ഒരു പിടിച്ച വാളുമായി നിർത്തി എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ദൈവകൽപ്പനയാണത്. അത് നടപ്പിലാക്കുന്നത് ദൂതന്മാരാണ്. മിഖായേലാണ് അതിൻ്റെ ലീഡർ. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന മിഖായേലിനോട് പറയുമ്പോൾ മിഖായേൽ അത് സ്വന്തം ദൂതന്മാരിൽ കൂടെ അത് നടപ്പിലാക്കും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഭൂമിയിലുള്ള മറ്റൊരു മനുഷ്യരെ പോലെയല്ല. ദൈവത്തിൻ്റെ തന്നെ ആത്മാവിനെയാണ് യേശുക്രിസ്തുവിന് ദൈവം കൊടുത്തത്. ത്രിയേക ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഈ ബൈബിൾ രഹസ്യങ്ങളിലെ ഒരു ഹെഡിങ്ങിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ
അത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാവും. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ആത്മാവ് തന്നെയാണ്, പക്ഷേ അത് ദൈവത്തിൻ്റെ ഭാഗമല്ല. മാനസാന്തരവും സ്നാനവും കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വരുന്നുള്ളൂ. അത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2:32 പത്രോസ് അവനോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ദൈവാത്മാവിനാൽ ജനിച്ചുവെങ്കിലും അഭിഷേകം ഉണ്ടായിരുന്നില്ല. 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോഴാണ് പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിഷേകം ലഭിച്ചത്. മത്തായി അധ്യായം 3:16-17 അത് എഴുതിയിരിക്കുന്നത്. വായിക്കാം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രവാചക ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകം അവിടെ വെച്ചാണ് കൊടുത്തത്, 30-ാം വയസ്സിൽ എന്നാണ് പറയുന്നത്. അന്തിക്രിസ്തു യേശുക്രിസ്തുവിനെ കോപ്പി ചെയ്യുന്ന ഒരു രീതിയാണ് ബൈബിളിൽ നാം കാണുന്നത്. അത് പല വാക്യങ്ങളും അതിനുണ്ട്. അന്തിക്രിസ്തുവിന്റെ ഭരണകാലം 7 കൊല്ലമാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തെ ശുശ്രൂഷ 7 കൊല്ലം തന്നെയായിരുന്നു. പലരും അത് 3.5 കൊല്ലമാണെന്ന് പറഞ്ഞ് തെറ്റായിട്ട് പറയുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതിനുള്ള വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും അതിൻ്റെ ഫയലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അന്ത്യക്രിസ്തുവിന് വേണ്ട ആത്മാവ് പാതാളത്തിൽ നിന്നാണ് വരുന്നത്. രണ്ടും 2 തരത്തിലാണ്. പിന്നെ പല കമ്പാരിസനും ഉണ്ട്, അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അന്ത്യക്രിസ്തുവും പാതാളത്തിലെ ഒരു ദുഷ്ടാത്മാവിലാണ് ഭൂമിയിൽ അവതരിക്കുന്നത്. എന്നാൽ അവന് പൂർണ്ണമായ അഭിഷേകം ലഭിക്കുന്നത് 3.5 വർഷത്തിന് ശേഷമാണ്. ഇക്കാര്യം വെളിപ്പാട് പുസ്തക പഠനത്തിൽ 13-17 അധ്യായങ്ങളുടെ വിശദീകരണങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വീഡിയോകളിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രധാന ദൂതനായ മിഖായേലാണ് അന്ത്യക്രിസ്തുവിൻ്റെ പൈശാചിക ശക്തിയോടെയുള്ള വെളിപ്പാടിനെ തടുക്കുന്നത്. അന്ത്യക്രിസ്തുവിന് അഭിഷേകം ലഭിക്കുന്നതിന് തൊട്ടുമുമ്പായി സാത്താനാണ് പാതാളത്തിൽ കിടക്കുന്ന 7 ഭീകരാത്മാക്കളുടെ ശക്തി വന്നു ചെയ്തത്. ഇപ്പോഴൊക്കെ ദൈവമക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലിയാണ് സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ. അവിടെ ഒരു സ്ഥാനം ഇപ്പോഴും പിശാചിനുണ്ട് എന്നാണ് വചനം പറയുന്നത്. ആദ്യം വെളിപ്പെടുമ്പോൾ കുറച്ച് ആത്മാവിന്റെ ശക്തി കൊടുക്കുന്നു, അപ്പോഴും അഭിഷേകമില്ല. യേശുക്രിസ്തുവിനും അങ്ങനെ തന്നെയായിരുന്നു, അഭിഷേകം ആദ്യം ഉണ്ടായിരുന്നില്ല. 3.5 കൊല്ലം കൂടി കഴിയുമ്പോൾ കംപ്ലീറ്റ് 7 ദുഷ്ടാത്മാക്കൾ കൂടി റിലീസ് ചെയ്യുകയാണ്. ആ റിലീസ് ചെയ്യുമ്പോൾ ആ റിലീസ് ആത്മാക്കളെല്ലാം കൂടി കിട്ടുന്നത് റെഡ് ഡ്രാഗണാണ്. ആ സമയം അവൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വാഴുവാൻ ഒരു ശ്രമം കൂടി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മിഖായേലുമായി യുദ്ധം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പണ്ട് അവൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ്. ഇതെല്ലാം വെളിപ്പാട് 12:7 യെശയ്യാ 14 പറയുന്നത്. വായിക്കാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ആദികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നിരുന്നു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ നിന്നോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അതായത് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വാഴണം എന്നുള്ളൊരു ആഗ്രഹം വന്ന സമയത്ത് ദൈവം അപ്പൊ തന്നെ ശപിച്ചു. എന്നാൽ പ്രധാന ദൂതനായ മിഖായേലുമായി ഉള്ള യുദ്ധത്തിൽ സാത്താനും അവന്റെ ദൂതന്മാരും ആകാശത്തുനിന്ന് വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീഴുന്നു. അപ്പോൾ 7 ദുഷ്ടാത്മാക്കളുടെ അഭിഷേകം അന്ത്യക്രിസ്തുവിന് ലഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ത്യക്രിസ്തുവിന്റെ 2ാമത്തെ 3.5 വർഷത്തിന്റെ തുടക്കത്തിലാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത്. തുടർന്ന് 3.5 വർഷക്കാലം അവൻ ഭൂമിയിൽ ഭീകരഭരണം നടത്തുന്നു. അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായി മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാവും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന അവന് തന്നെ രക്ഷ പ്രാപിക്കും. ഇത് ദാനിയേലില് ഈ അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് മിഖായേൽ ദൂതൻ ചെയ്യുന്ന ശുശ്രൂഷയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ വെളിപ്പാടിലും പറയുന്നുണ്ട്. വെളിപ്പാട് 12:7 എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരെയും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാണ്. അതിന് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവർ ആനന്ദിപ്പിൽ. ഭൂമിക്കും സഹോദരത്തിനോ അയ്യോ കഷ്ടം, പിശാച് എനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് അധ്യായം 13:5. അമ്പും ദോഷവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അതായത് അന്ത്യക്രിസ്തുവിന്റെ അവസാനത്തെ 3.5 കൊല്ലത്തെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പ്രധാന ദൂതനായ മിഖായേലിനെയാണ് അധർമ്മ മൂർത്തിയെ തടുക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവല്ല ഇത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന് ഓരോ ദൈവമക്കളെയും സത്യമാർഗത്തിൽ നടത്താനുള്ള ഉത്തരവാദിത്വമാണ് ഉള്ളത്. യുദ്ധം ചെയ്യലല്ല. തടുക്കുന്ന ദൈവകൽപ്പനയും തടുക്കുന്നവൻ മിഖായേലുമാണ്.